അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ മനോഹരമായ ശബ്ദത്തിലും ആകർഷണീയമായ ശൈലിയിലും പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഏറെ പ്രിയങ്കരമാണ്, ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് നാം എല്ലാവരും പരിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി പാരായണം ചെയ്യണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ വറത്തിലിൽ ഖുർആന തർത്തീല സൂറത്തുൽ മുസമ്മിൽ 4-ാമത്തെ ആയത്ത്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാവധാനം അതുപോലെ നിയമങ്ങൾ പാലിച്ചും വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ മുസമ്മിൽ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ളതാണത്. നിങ്ങളുടെ ശബ്ദം കൊണ്ട് വിശുദ്ധ ഖുർആനിനെ, അതായത് ഖുർആൻ പാരായണത്തെ വളരെ ഭംഗിയാക്കണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറയുന്നു. അപ്പം പാരായണത്തിലെ ശബ്ദഭംഗിയും ശൈലിയും സൂക്ഷിക്കണമെന്ന നിർദ്ദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വേറൊരു സ്ഥലത്ത് ഇഖ്റഉൽ ഖുർആന ബിലുഹൂനിൽ അറബി വ അസ്വാതിഹാ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. നിങ്ങൾ അറബികളുടെ ശൈലിയിലും ശബ്ദത്തിലും ഖുർആൻ പാരായണം ചെയ്യണം എന്ന് വേറെ സ്ഥലത്ത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഏതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഖുർആൻ അറബി ഭാഷയിലായതുകൊണ്ട് മറ്റൊരു ഭാഷ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ കലർപ്പില്ലാത്ത, മറ്റൊന്നിനോട് കലരാത്ത നല്ല ശുദ്ധ അറബിയിലായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഖുർആൻ പാരായണം ചെയ്യുന്നവർ മറ്റൊരു ഭാഷയോ മറ്റൊരു ശൈലിയോ മറ്റൊരു ഉച്ചാരണ രീതിയോ ഒന്നും തന്നെ സ്വീകരിക്കാൻ പാടുള്ളതല്ല. മറ്റൊരു ശൈലിയും ഭാഷയും ഒന്നും വിശുദ്ധ ഖുർആനിൽ കടന്നു വരാൻ പാടില്ല എന്ന് ഈ വാചകത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, നിബന്ധനകളുണ്ട്, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അതിൽപ്പെട്ട ചിലത് അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും ശബ്ദ സ്വഭാവവും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, മീമിലും നൂനിലും ഉന്നത്ത് ചെയ്യേണ്ടിടത്ത് കൃത്യമായി അളവ് പാലിച്ച് ഉന്നത്ത് ചെയ്യുക. അതുപോലെ മദ്, ദീർഘശബ്ദം കൊടുക്കേണ്ടിടത്ത് കൃത്യമായി അളവ് പാലിച്ച് ശബ്ദം ക്രമീകരിക്കുക. അതുപോലെ ഘനശബ്ദം, തഫ്ഖീം, ലഘുശബ്ദം, തർക്കീഖ്, ഈ തർക്കീക്കും തഫ്ഖീമും ആക്കേണ്ടിടത്ത് കൃത്യമായി തന്നെ അവർ പാരായണം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. തഫ്ഖീമും തർക്കീക്കും വളരെ ശ്രദ്ധിക്കുക. അപ്പോഴൊക്കെ ഖുർആൻ പാരായണം ഭംഗിയാകും. അതുപോലെ വഖഫ് ചെയ്യേണ്ട അവസരങ്ങളിൽ വഖഫ് ചെയ്യുകയും ആ വഖഫ് ചെയ്യേണ്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ വഖഫ് ചെയ്യുക. വഖഫ് ചെയ്യുമ്പോൾ നിയമങ്ങൾ പാലിക്കണം. വഖഫ് ചെയ്യുമ്പോൾ നിയമങ്ങൾ പാലിക്കാതെ വഖഫ് ചെയ്യുമ്പോൾ അതിനൊരു മനോഹാരിത നഷ്ടപ്പെട്ടു പോകും. അതുപോലെ മറ്റൊന്ന്, ഖുർആൻ കാരികളുടെയും, ഖുർആൻ പാരായണത്തിൽ നല്ല കഴിവുള്ള കാരികളുണ്ടാവും, ധാരാളം കാരികൾ. ആ കാരികളുടെ ഓത്ത് കേട്ട് അതുപോലെ ഓതാൻ ശ്രമിക്കുക. അതുപോലെ ഉസ്താദുമാരെങ്ങനെയാണ് ഓതിത്തരുന്നത് അതേ ശൈലിയും ശബ്ദഭംഗിയൊക്കെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ശ്രമിച്ചാൽ ഖുർആൻ പാരായണം ഭംഗിയാകുമെന്ന് മാത്രമല്ല, നമുക്ക് അർത്ഥങ്ങൾ തെറ്റാതെ ഖുർആനിൻ്റെ ആശയങ്ങളിൽ നിന്നൊട്ടും വ്യതിചലിക്കാതെ ഭംഗിയായി ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഖുർആനിൽ ദിവസവും ഒരു 2 പേജെങ്കിലും നമുക്ക് ഖുർആൻ ഓതാൻ കഴിയണം. ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത്. ഒരു ജുസ് ഖുർആൻ ഓതാം, 2 ജുസ് ഓതാം, 3 ജുസ് ഓതാം. അങ്ങനെ ഖുർആൻ ധാരാളം ഖത്മുകൾ തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ നോക്കാത്ത, അല്ലെങ്കിൽ ഖുർആൻ ഒരു പേജ് പോലും ഖുർആൻ ഓതാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ നാളെ നമുക്ക് ശുപാർശ പറയേണ്ടതാണ്. നമ്മളെ ഖബറിലെത്തി നമ്മളോട് മലക്കുകൾ ചോദിക്കുമ്പോൾ ഖുർആനെ സംബന്ധിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ വേണ്ടതുപോലെ ഭംഗിയായി ഓതാൻ നാം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഭംഗിയായി പാരായണം ചെയ്യുന്നവരിലും അതിൻ്റെ അർത്ഥം ആശയവും മനസ്സിലാക്കി
അത് ഓതാൻ കഴിവുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ.